കേന്ദ്രവിദ്യാലയം റോഡിന്റെ റീടാറിംഗുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ജനകീയ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി ശ്രീനഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വാർഡ് കൗൺസിലർമാരുടെയും വിവിധ സംഘടനാ ഭാരവാഹികളുടെയും യോഗം ചേർന്നു. റോഡ് നിർമ്മാണം ഗുണനിലവാരമുള്ളതാക്കാനും നിലവിലെ യാത്രാക്ലേശം പരിഹരിക്കാനും യോഗത്തിൽ സുപ്രധാന തീരുമാനങ്ങളെടുത്തു. നിലവിലെ എസ്റ്റിമേറ്റ് പ്രകാരമുള്ള പ്രവൃത്തികൾ മികച്ച ഗുണനിലവാരത്തോടെ പൂർത്തിയാക്കുക, റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കാൻ വശങ്ങളിൽ ചെറിയ ഡ്രെയിനേജുകൾ നിർമ്മിച്ച് വെള്ളം ഒഴുക്കിക്കളയാൻ നടപടി സ്വീകരിക്കും. വെള്ളക്കെട്ട് രൂപപ്പെടുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ ഉയർത്തി റീടാറിംഗ് നടത്തും. പ്രൊജക്ട് എഞ്ചിനീയറുടെയും കോൺട്രാക്ടറെയും വിളിച്ച് റോഡിലെ പ്രശ്നങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തും. പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി MLA-യെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും യോഗം തീരുമാനിച്ചു. ഇത് മഴക്കാലത്ത് റോഡിൽ കൂടെ വെള്ളം ഒഴുകുന്നതിനും റോഡിൽ വെള്ളവും ചെളിയും കെട്ടി നിന്ന് മഴ തുടങ്ങുന്നതിനോട് കൂടി തന്നെ റോഡ് കേട് വരുന്നതിനും കാരണമാകില്ലേ? ഇത് നമ്മുടെ സംശയം. അതിന് പ്രതിവിധി പറയേണ്ടതും ശരിയാണോ തെറ്റാണോ പറയുന്നതും ടെക്നിക്കൽ എക്സ്പെർട്ട്. നമുക്ക് എല്ലാവർക്കും ഇത് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഉന്നയിക്കും. ഉയർന്ന ഭാഗങ്ങളിൽ നിന്നും വളരെ ശക്തമായി വെള്ളം ഒഴുകി വന്ന് റോഡ് കേടുവരുന്നത് കണ്ട അനുഭവത്തിൽ നിന്നുമാണ് ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. ഇതിന് പരിഹാരമായി റോഡ് ഉയർന്നും വശങ്ങൾ താഴ്ന്നും ഇടുന്നാൽ റോഡിൽ കൂടെ വെള്ളം ഒഴുകിയും റോഡിൽ വെള്ളം കെട്ടി നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ തടയാൻ സാധിക്കില്ലേ? അത്തരത്തിൽ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റോഡിന്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. രണ്ട് വശവും താഴ്ന്നും റോഡ് ഉയർന്നും നിൽക്കുന്ന രീതിയിൽ അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, അതിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. വാർഡ് കൗൺസിലർമാരായ PV സായി കിരൺ, NK ജയരാജൻ, സൂര്യ ജയശങ്കർ, ഉണ്ണികൃഷ്ണൻ KK, ജയന്തി KP എന്നിവർ പങ്കെടുത്തു. കൂടാതെ MSRA ഭാരവാഹികളായ ഭരതൻ K, മധു, വിദ്യാനഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളായ ഗോപിനാഥൻ A, ശ്രീജിത്ത് മേനോൻ, മനോജ് സ്റ്റീഫൻ, എക്സ് സർവീസ് മെൻലീഗ് പ്രതിനിധി K വേലു, ശ്രീനഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ശ്രീനഗർ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി K വിനോദ് സ്വാഗതവും പ്രസിഡന്റ് ശിവദാസൻ PM അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. ഹരിദാസ് PR, K മോഹൻ എന്നിവർ എസ്റ്റിമേറ്റ് വിവരണം നടത്തി. വിജയലക്ഷ്മി N നന്ദി രേഖപ്പെടുത്തി. ഉപയോഗം അതുകൊണ്ടില്ല എന്ന് അപ്പൊ അവര് പറഞ്ഞത് ആ ഭാഗത്ത് ഒരടി ഹൈറ്റ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഈ ഫാമിലി വെള്ളം കിട്ടുന്നത്. ഇതിനേക്കാൾ വലിയ പ്രശ്നമാണ് തൊട്ടപ്പുറത്ത് വാട്ടർ അതോറിറ്റി കഴിഞ്ഞ ഭാഗത്ത്. ഇന്നത്തെ കാലത്ത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം വെച്ചാൽ അവിടെ ഇതിനേക്കാൾ കുറച്ചുകൂടെ പ്രായോഗികത തന്നെയാണ്. പക്ഷെ നമുക്കതിന് ബാക്കിയുള്ള സൈഡ് കൂടെ ക്ലീനാണ്. നേരത്തെ കൂടെ ആ പ്രദേശത്ത് ഉയർന്നു നിൽക്കുന്ന കൊപ്പ ലെവലാക്കിയിട്ട് റോഡിന് സമാന്തരമായി രണ്ട് സൈഡും കൂടെ അതേ വീതി കിട്ടുന്ന രീതിയിലാക്കിയിട്ട് വലിയൊരു മാറ്റം വരും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, രണ്ട് സൈഡും ഭാവിയിൽ നമ്മളൊന്ന് മാഷൊക്കെ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഗാർഡൻ മാതിരിയൊക്കെ സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ലൈറ്റുകൾ ചെയ്യുന്ന പോലെ വയോജനങ്ങൾക്ക് ഇരിക്കാനുള്ള സംവിധാനം അതൊക്കെ നമുക്ക് ഭാവിയിൽ അടുത്ത ഘട്ടത്തിൽ ചെയ്യാം. നമ്മൾ പല ആളുകളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ CSR ഫണ്ടൊക്കെ വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങളോട് ആഗ്രഹത്തോടുകൂടി എത്തട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു കാര്യമാണ്. ഇതിന് തുടക്കം കുറിച്ചതിന് ഏറ്റവും മുൻപന്തിയിരിക്കുന്ന മാഷാണ്. അത് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല.